പിഴവൊന്നുമില്ല. 10:30 വന്നിട്ട് 2 മണിയാകുമ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് പിഴവ് പറ്റാണില്ല. കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു. OP വന്ന കുട്ടിയാണ്. നമ്മളെ പ്രത്യേകിച്ചായിട്ടൊന്നും ചെയ്യില്ല. പറയാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റാണ്. അവരാണ് ഫൈനൽ പറയേണ്ടത്. 2 തരത്തിലാണ് റിപ്പോർട്ടുള്ളത്. അതിന്റെ ഫൈനൽ ഒരു ബോർഡ് കൂടിയിട്ട് ഞാൻ പറയട്ടെ. എനിക്കതിലൊന്നും പറയാനില്ല കൂടുതലായിട്ട്. പിഴവൊന്നുമില്ല. 10:30 വന്നിട്ട് 2 മണിയാകുമ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് പിഴവ് പറ്റാണില്ല. കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു. OP വന്ന കുട്ടിയാണ്. നമ്മളെ പ്രത്യേകിച്ചായിട്ടൊന്നും ചെയ്യില്ല. ഇല്ല, 2 മണിക്കുള്ള അരമണിക്കൂർ ആംബുലൻസിനെ വെയിറ്റ് ചെയ്യലാണ്ട് വേറൊരു ഡിലേ ഉണ്ടായിട്ട്. ഞാൻ നിങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ 2 ഡയഗ്നോസ് ഫോറൻസിക് എന്നുള്ളതും മറ്റതും മെഡിക്കൽ കോളേജിൽ തന്നെ റിപ്പോർട്ടിൽ ഇതാണ്. അത് അവരാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. മെഡിക്കൽ ബോർഡ് കൂട്ടിയിട്ട് അവർ ക്ലാരിഫൈ ചെയ്തേ. എനിക്കതിലൊന്നും പറയാനില്ല. അതാണ് അത് അവരാണത്. അല്ല, അതിന് എന്താ പറയുക, ക്ലാരിഫൈ ചെയ്യേണ്ട ആൾക്കാർ മെഡിക്കൽ കോളേജും അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ബോർഡാണ്. DMO ഒക്കെ കൂടിയ ബോർഡുകളാണ് തീരുമാനിക്കുന്നത്. അവർ ബോർഡിൽ തീരുമാനിച്ചിട്ട് അവരാണ് പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അമീബിയാണോ മറ്റാണോ. ഓക്കെ, റൈറ്റ്. ന്യൂമോണിയൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. ശ്വാസം മുട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധനം ഉണ്ടായിരുന്നില്ല. വോമിറ്റിംഗ് മാത്രമായിരുന്നു സിംറ്റം. അതാണിപ്പോൾ നമുക്കൊരു ഡൗട്ടുള്ളത്. അപ്പോൾ അത് ബാക്കി അവർ മെഡിക്കൽ കോളേജുകാർ മറ്റേ ബോർഡൊക്കെ കൂടിയിട്ട് തീരുമാനിക്കട്ടെ. അവരോട് ചോദിക്കാൻ അല്ല, നമുക്കതിലൊന്നും പറയാനില്ല. 2 ഡയഗ്നോസ് വന്നതെന്ന് വെച്ചാൽ അവരാണ് ഒരു ഫൈനലായിട്ട് അത് തീരുമാനമാകട്ടെ. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും വീഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചോട്ടെ. അതിൽ നമുക്ക് സംഭവങ്ങളൊന്നുമില്ല. നമുക്കായിട്ട് ഓപ്പൺ ആയിട്ടുള്ള അന്വേഷണം വന്നോട്ടെ. നമ്മളത് റെഡി ടു ഫേസ്.